എന്റെ ഭർത്താവും കുടുംബവും എനിക്കും വലുത് തന്നെയാ. എന്നാലും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം മറക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ കുറച്ചു ദിവസം കൂടെ ഞാനിവിടെ നിൽക്കാന്ന് വിചാരിച്ചത്. അതെ, 1 മാസം തികയാൻ ഇനി അധിക ദിവസം ഇല്ല. രാജീവിന്റെ അമ്മ നിന്നെ വിളിക്കാൻ ഇങ്ങ് വരും. അതെ, ഞാൻ നോക്കിക്കോളാം. അവര് വന്നാലും വന്നില്ലെങ്കിലും ഈ ഓണം വരെ മാത്രമേ ഉള്ളൂ നിന്റെ ഇവിടുത്തെ സ്ഥിരവാസം. അത് കഴിഞ്ഞു അവര് വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ കൊണ്ടുവിടും. അല്ലെങ്കിൽ പിന്നെ ആ ബന്ധം നീ വേണ്ടെന്ന് വെച്ചേക്ക്. എന്തിനാടി ആ പാവൻ രാജുവിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവൻ നിന്റെ ഭർത്താവല്ലേ? ഇവളാണോ അതോ അവനാണോ ഭർത്താവെന്ന് എനിക്ക് സംശയമുണ്ട് വലിച്ച. ദേ ഗിരി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. കളിയാക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. അല്ല, അവന്റെ സ്വഭാവം കാണുമ്പോ ചിലപ്പോഴൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ഗിരി, മതി കളിയാക്കിയത്. നന്ദിനി, നിങ്ങൾ ഈ പൂക്കളത്തിന്റെ ഡിസൈൻ കണ്ടോ? നോക്കി, എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആ, തരക്കേടില്ല. അല്ല, നിങ്ങളുടെ പൂക്കളത്തിന്റെ ഡിസൈൻ എന്തായി? അതിനല്ല ഞങ്ങളിപ്പോ രാജീവേട്ടനെ കാണാൻ പോയത്. ഗൗരിയച്ചിക്ക് ഇടാനുള്ള പൂക്കളും ഡിസൈൻ ചെയ്യുന്നത് രാജീവേട്ടനാ. എന്നിട്ട് എവിടെ ഒന്ന് കാണിച്ചു? അത് വരച്ചു തീർന്നിട്ടില്ല. വൈകിട്ട് രാജീവേട്ടൻ കൊണ്ടുവരും, അപ്പൊ കാണിച്ചു തരാം. നന്ദിനി, നീ വന്നേ. അപ്പോ ആ രാജീവിന് വരയ്ക്കാൻ അറിയാമോ? കുന്തം വലിയച്ഛനും ചുമ്മാ ഇരുന്നേ. ഇവളുമാര് പോയതേ അതിനൊന്നും ആയിരിക്കില്ല. എന്തോ ഒരു കള്ളത്തരം ഉണ്ട്, അത് ഉറപ്പാ. ഏട്ടത്തി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സൂക്ഷിക്കണം എന്ന് തന്നെയാ എനിക്കും പറയാനുള്ളത്. കുറച്ച് ദിവസം കൂടി ആ കുട്ടികൾക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞേക്കും. അത് കഴിഞ്ഞാൽ ഏത് നിമിഷവും അവർ നാട് കടത്തപ്പെടാം, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടും. നിനക്ക് അവരൊരു ബാധ്യതയാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, അത് മോള് നിറവേറ്റണം. ആ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ രാജ്യത്ത് നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. ആ സംരക്ഷണം അവർക്ക് കിട്ടില്ലേ? മോളെ, അവരുടെ അവസ്ഥ മോൾക്കറിയാഞ്ഞിട്ടാ. എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നും അവർക്ക് സ്വന്തമല്ല. അവർക്ക് ചുറ്റിലും ഒരുപാട് പേരുണ്ട്, പക്ഷേ ആരും അവരുടെ ആരുമല്ല. അവരെ സംരക്ഷിക്കേണ്ടത് മോളുടെ കടമയാണ്. അവര് മോളുടെ അനിയത്തിമാരാ. വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കാൻ മോളല്ലാതെ മറ്റാരുമില്ല. ചേച്ചി വന്ന് രക്ഷിക്കും എന്ന പ്രതീക്ഷയിലാ ആ മക്കൾ. തൽക്കാലം കുറച്ചു ദിവസം കൂടി അവരവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് വേണ്ടത് എന്താന്ന് വെച്ചാ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അവരെ ഞാൻ കൈവിടില്ല. അത് മതി മോളെ. ഏറിയാൽ ഒരാഴ്ച, അതിനുള്ളിൽ അവരെല്ലാം എല്ലാം അറിയും. ആ രേഖകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിപ്പോ ആരുടെ കയ്യിലാണെന്ന് അവർക്കൊരു പിടിയില്ല. ആരൊക്കെയാ ഏറടിയങ്ങൾ പറയുന്ന ഈ അവർ? വസുന്ധരയും മക്കളും, മൂത്ത മകൻ സുധീന്ദ്രൻ, ഇളയവള് സുലക്ഷണ. ഇവരും അച്ഛനും തമ്മിൽ എന്താ ബന്ധം? സരസ്വതിയുടെ ആങ്ങളയുടെ ഭാര്യയും മക്കളുമാ. ആങ്ങള മരിച്ചുപോയി. നിന്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്നത് അവരാ. അവർക്കിതിൽ നിയമപരമായി ഒരവകാശമില്ല. മോക്കും
ആ 2 പെൺകുട്ടികൾക്കും അവകാശപ്പെട്ടതാ എല്ലാം. അതൊക്കെ മോളെ ഏറ്റെടുത്തേ പറ്റൂ. ഇതിപ്പോ നിരപരാധികളായ 2 പെൺകുട്ടികളുടെ ജീവിതം ആയതുകൊണ്ടാ അങ്കിള് പറഞ്ഞപ്പോ ഞാൻ വന്നത്. അവർക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ എനിക്കതിന് ഇത്തിരി സമയം വേണം. അത് കഴിഞ്ഞാ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. മോളെ കാണാൻ കൊതിച്ചിരിക്കുക ആ പാവങ്ങൾ. ഞാൻ വരൂന്ന് അങ്കിൾ അവരോട് പറഞ്ഞേക്ക്. പോട്ടെ അങ്കിളെ. ശരി. ആഹാ, എന്തൊക്കെയായി ഒരുക്കങ്ങള്? നാളെയല്ലേ ഓണാഘോഷ പരിപാടികള്? ആ, ഞങ്ങള് നീലിനെ ഒന്ന് നേരിട്ട് ക്ഷണിക്കാൻ വന്നതാ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും കാണാൻ കഴിഞ്ഞില്ല. അത് സാരമില്ല, നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാം അല്ലേ, അവൻ എത്തിക്കോളും. ഏതായാലും നിങ്ങൾ വന്ന സ്ഥിതിക്ക് അവനെ ഒന്ന് കണ്ടു പറഞ്ഞിട്ട് പോ. നീലേ, മോനെ നീലേ, വരൂ, അകത്തേക്ക് അയ്യോ, ഇരിക്കാം. ഇരിക്കാൻ നേരമില്ല, ഇത്തിരി തിരക്കുണ്ട്. അതെ, നീല് മാത്രം വന്നാ പോരാ, സാറും കൂടി വരണം. പിന്നെ ഞാൻ വരാതെ? സ്വാതിമോളുടെ അസിസ്റ്റന്റ് ഞാനല്ലേ. മോനെ, ഇവര് നിന്നെ കാണാൻ വന്നതാ. സ്വാതി എന്നോടെല്ലാം പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ പ്രോഗ്രാം അല്ലേ, ഞാനുണ്ടാവും. നാളത്തെ ദിവസം അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക. സ്വാതിമോളെ ഞങ്ങൾ എല്ലാ മത്സരത്തിനും ചേർത്തിട്ടുണ്ട്. മോനതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നമ്മുടെ ഓണം നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്നു, അതിൽ ഒരു നാണക്കേടും വിചാരിക്കാനില്ല. ആ, രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം. മോൻ സമയത്ത് അങ്ങ് എത്തിയേക്കണം. ആ, ഞാൻ എത്തിയേക്കാം. ആ, എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. ശരി, നാളെ കാണാം. ഓക്കെ, ബൈ. മോനെ, ഈ ഓണാഘോഷത്തിനകത്ത് ഒരു അപകടമുണ്ട്. എന്താ അപകടം? ഗൗരിയും നന്ദിനിയും ഒരു പക്ഷത്തും സ്വാതിമോൾ ഒറ്റയ്ക്ക് മറുപക്ഷത്തുവാ. അവസാനം ഇതൊരു വലിയ വഴക്കിലെത്തുമെന്ന് എന്റെ പേടി. ഏയ്, അതൊന്നുമില്ല ചാ. നമ്മളിത് വലിയ കാര്യമായിട്ട് കാണാതിരുന്നാ മതി. അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് തന്നെ സംസാരിച്ച് തീർത്തോളൂ. നമ്മളതിന് കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. പിന്നെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഗൗരിയും നന്ദിനിയും വലിയ കുഴപ്പത്തിനൊന്നും നിൽക്കില്ല. ആ, അങ്ങനെ ആശ്വസിക്കാം. ഗൗരിച്ചി, നമ്മൾ ഇങ്ങനെ അധികം ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നാളെ പൂക്കളിടാൻ സമയത്ത് അവർക്ക് മുന്നിൽ നമ്മൾ നാണം കെടേണ്ടി വന്ന എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. രാജീവേട്ടന്റെ അമ്മ പറഞ്ഞ ഐഡിയ നമുക്കങ്ങ് പ്ലാൻ ചെയ്താലോ? അത് വേണോ? അതൊക്കെ വലിയ പ്രശ്നാവും. ആരെങ്കിലും അറിഞ്ഞാ പിന്നെ അത് മതി, നമ്മുടെ സകല പദ്ധതിയും പൊളിയും. ഇല്ലടി, നീ ധൈര്യമായിട്ടിരിക്കും. നമുക്ക് അത് തന്നെ പ്ലാൻ ചെയ്യാം. അത്തപ്പൂക്കളും നമ്മളിടും, സമ്മാനവും നമ്മൾ വാങ്ങും. ഇതിന് നടത്തിയിട്ടേ ഉള്ളൂ കാര്യം. നീ വാ. ഗൗരീജി, നമ്മൾ എന്ത് ചെയ്യാൻ പോവാ?
നീ ഇപ്പൊ വാ, ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യാൻ പോവാന്ന്. നീ വന്നേ. ഇത് അസലായിട്ടുണ്ട്, കലക്കി. മോളെ ആ ലിസ്റ്റ് എവിടെ? ഞാൻ ഫ്ലവർ ഷോപ്പിലോട്ട് പോവാ. ഇതിലുണ്ട് എല്ലാം. ഇത്രയും പൂക്കൾ മതിയാവോ മോളെ? ഇതുകൊണ്ട് തികയോ? ഈ പൂക്കളിടാൻ ഇത്രയും പൂക്കൾ തന്നെ ധാരാളം. അച്ഛൻ വേഗം പോയിട്ടോ. ശരി. അച്ഛാ, എന്താ എന്തെങ്കിലും മറന്നോ? ഏയ് ഇല്ല. പിന്നെ ഗൗരിക്കും നന്ദിനിക്കും വേണ്ട പൂക്കൾ കൂടി ഓർഡർ ചെയ്യണം. അവര് നമ്മളോട് വാശി കാണിച്ചാലും നമുക്കത് പറ്റില്ലല്ലോ അച്ഛാ. അവര് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഡിസൈൻ തന്നെ ഞാൻ അവർക്ക് കൊടുത്തേനെ. മോളെ, നിന്റെ ഈ വലിയ മനസ്സ് കാണാനുള്ള കഴിവൊന്നും അവർക്കില്ലാണ്ട് പോയി. വലിയ മനസ്സ്. ഏത് സമയത്തും നിന്നെ കളിയാക്കാനും ദ്രോഹിക്കാനും അവര് പിന്നാലെ നടന്നാലും നിന്റെ മനസ്സിൽ അവരോട് ഒരു വിരോധമില്ല എന്നുള്ളതാണ് നിന്റെ മനസ്സിന്റെ നന്മ. നീ ഈ വീടിന്റെ വിളക്കാവുന്നത് അതുകൊണ്ടാ. അവരെന്നെ വാശി കയറ്റിയപ്പോ ഞാൻ ഓണാഘോഷത്തിന് പങ്കെടുക്കാന്ന് സമ്മതിച്ചു എന്നേ ഉള്ളൂ. സത്യത്തിൽ അവര് ജയിച്ചു കാണാൻ തന്നെയാ എനിക്കിഷ്ടം. എന്ന് കരുതി മോള് ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. അവർക്ക് വേണ്ടി മനഃപൂർവ്വം തോറ്റു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവര് മത്സരിച്ച് ജയിക്കട്ടെ. ഏതായാലും അവർക്കുള്ള പൂക്കളും കൂടെ ഞാൻ ഓർഡർ ചെയ്തേക്കാം. ശരി അച്ഛാ. മാറിക്കോ. അവിടുത്തെ വരുന്നുണ്ട്, മാറി നിൽക്കാവാ. കൊള്ളാം. മതി, ഇതോടെ അവളുടെ തോൽവി ഉറപ്പായി. ഗൗരിജി, ആദ്യം നമ്മൾ ഈ പൂക്കളത്തിന്റെ മോഡൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ അവർക്ക് ഇതിടാൻ പറ്റില്ല. എല്ലാവരുടെയും മുന്നില് അവൾ തോറ്റു നിൽക്കുന്നത് എനിക്ക് കാണണം. ഗൗരി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ഇതിപ്പോ എന്റെ തുണി മാത്രം കഴിക്കാൻ മതിയല്ലോ, ഇല്ലെങ്കിൽ അവളുടെ കൂടെ എന്നെ കൊണ്ട് അലക്കിച്ചേനെ. അയ്യോ ഗൗരി. ഹലോ ഗൗരി. രാജീവേട്ടാ, അമ്മ എന്ത് പറഞ്ഞു? നാളെ വരില്ലേ? ഞാൻ പറഞ്ഞതൊക്കെ അമ്മയ്ക്ക് സമ്മതമാണല്ലോ അല്ലേ? ഒക്കെ അമ്മയ്ക്ക് സമ്മത. നാളെ രാവിലെ ഞങ്ങൾ എത്തും. അതെ, ഞാനിപ്പോ ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ ഗൗരി? ഏട്ടന്റെ വാട്സാപ്പില് ഞാനൊരു പൂക്കളത്തിന് ചിത്രം അയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കളർ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം. നാളെ ആവശ്യം വരും. ഓ ശരി, ഇപ്പൊ തന്നെ ഞാൻ പോയി എടുക്കാം. ശരി രാജീവേട്ടാ. ഗൗരി. ഹലോ ഹലോ ഹലോ. കട്ട് ചെയ്തോ? ആരാടാ വിളിച്ചത്? ഗൗരിയാണോ? അതെ, അവള് വരച്ച പൂക്കളത്തിന്റെ ചിത്രം എന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയാൻ വിളിച്ചത്. എടുക്കടാ, നോക്കട്ടെ. കണ്ടോ? കൊള്ളാം അല്ലേ അമ്മേ? അവള് കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേടാ? മിക്കവാറും ഇതിന് തന്നെ സമ്മാനം കിട്ടും. അല്ലെങ്കിലും എന്റെ ഗൗരി നല്ല മിടിക്കുക. അമ്മയുടെ ഭാഗ്യം ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയത്. ഒന്ന് പോടാ അവിടുന്ന്. ഒരെണ്ണം വെച്ച് ഞാൻ അങ്ങ് തന്നാലുണ്ടല്ലോ. എടാ, ഇത് ഗൗരി വരച്ചതല്ല, പിന്നെ സ്വാതി വരച്ചതാ. സ്വാതി എടുത്തിയോ? അവള് മിടിക്കുകയെന്നാ ഞാൻ പറഞ്ഞത്.
ഗൗരി മറ്റവരോട് ചേർന്നേ ഇത് അവളുടെ അടുത്തൊന്നും മോഷ്ടിച്ചതാ. അത് ശരി. അപ്പൊ ഈ പൂക്കളമാണോ നാളെ ഗൗരി ഇടാൻ പോകുന്നേ? ആ അതെ. അപ്പൊ സ്വാതി എടുത്തിയോ? അവള് പൂക്കളൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഗൗരി മോൾ ഈ പൂക്കളം വരയ്ക്കുന്നത് അവള് കാണും. പിന്നെ അവിടെ എന്ത് നടക്കുമെന്ന് നമുക്ക് കാണാം. അത് മോശമല്ലേ അമ്മേ ഇങ്ങനെ മോഷ്ടിക്കുന്നത്? ഇത് അമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണോ? ആ ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് തന്നെയാ. പക്ഷേ ഡിസൈൻ ഒന്നാണെന്ന് കരുതി സ്വാതി ഇടുന്നത് പോലെ പൂക്കളം ഇടാൻ ഗൗരിക്ക് പറ്റുമെന്നാ എന്റെ പേടി. അതൊരിക്കലും പറ്റത്തില്ല. അല്ലമ്മേ, അങ്ങനെ വന്ന ഗൗരി തോക്കില്ലേ? തോൽക്കും. പക്ഷേ സ്വാതിക്ക് ഈ പൂക്കളം വരയ്ക്കാൻ കഴിയാതെ വന്നാലോ? അതിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നമ്മൾ ആലോചിക്കേണ്ടത്. സത്യത്തിൽ ഇത് ചതിയല്ലേ അമ്മേ? ആഹാ, അപ്പൊ സ്വത്തിന്റെ കാര്യത്തിൽ നീ അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞതോ അതൊരു ചതിയല്ലേ? എടാ കൊന്ത, ഇതൊരു ചെറിയ മത്സരമല്ലേ. ഇതിലാര് ജയിച്ചാലെന്താ തോറ്റാലെന്താ. പക്ഷേ നമ്മൾ ഇപ്പൊ അവളുടെ കൂടെ നിൽക്കുന്നത് മറ്റൊരു കാര്യത്തിന്. എന്ത് കാര്യത്തിന്? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, എന്ത് കാര്യത്തിനും നമ്മൾ കൂടെ ഉണ്ടെന്ന് അവക്ക് തോന്നണം. നാളെ സ്വത്തിന്റെ കാര്യം വരുമ്പോഴും അവൾ ഇതുപോലെ നമ്മളോട് ആലോചിക്കണം. അതിനു വേണ്ടിയാ നിന്റെ അമ്മ ഈ കളിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഈ അമ്മയുടെ ഒരു ബുദ്ധി. പിന്നെന്താ, നിന്റെ കുട്ടി പെങ്കോന്തനായ മതിയോ? അമ്മ എന്താ? എടാ വേഗം തുണി കഴിട്ട് പാടാ, ഞാൻ ചോറെടുത്ത് വെക്കാം. ഈ പൂക്കളെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഇതിന്റെ 2 സെറ്റ് തയ്യാറാക്കി വെക്കണം. രാവിലെ കൊണ്ടുപോകാൻ ഞാൻ തന്നെ വരാം. ഓക്കെ സാർ. അപ്പൊ നാളെ രാവിലെ കാണാം. ശരി. ഏറാട് വെതിരെ വൈദ്യരെന്താ ഇവിടെ? അത് ഞാനിവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. സാറെന്താ ഇവിടെ? ഞാൻ ആ കടയിൽ കുറച്ച് പൂക്കൾ ഓർഡർ ചെയ്യാൻ വന്നതാ. അല്ല, വൈദ്യരുടെ മരുന്ന് ഇതുവരെ ശരിയായില്ലേ? ശരിയായി വരുന്നു, ഉടൻ ശരിയാവും. വൈദ്യർക്ക് വിഷമം തോന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? അന്നൊരു ദിവസം വൈദ്യര് എൻ്റെ വീട്ടിൽ വന്നില്ലേ? അതെ, അതിനെന്താ കുഴപ്പം? ഒന്നുമില്ല. അന്ന് വൈദ്യര് എൻ്റെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചു. ഏത് സ്ത്രീ? അതറിയില്ല. പേരും മറ്റു വിവരമൊന്നും അവർ പറഞ്ഞില്ല. പറഞ്ഞത് ഏറാട് വൈദ്യരെ കുറിച്ചാ. എന്നെ കുറിച്ചോ? അവരെന്താ പറഞ്ഞത്? താങ്കൾ ഒരു വൈദ്യനല്ലെന്ന് അവർ പറഞ്ഞത്. സത്യത്തില് താങ്കൾ ആരാ? താങ്കളും സ്വാതിയും തമ്മിൽ എന്താ ബന്ധം? ഇടയ്ക്കിടെ നിങ്ങൾ തമ്മിൽ കാണുന്നതല്ലാതെ ഇതുവരെ സ്വാതി മോൾക്ക് നിങ്ങൾ മരുന്നുണ്ടാക്കി കൊടുത്തിട്ടില്ല. നിങ്ങളിൽ ഒരു ദുരൂഹത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതാ സത്യത്തിൽ എന്നെ ഭയപ്പെടുത്തിയത്. ഞങ്ങളുടെ വീട്ടിലേക്ക് താങ്കൾ വന്നത് ഒരു അപകടവുമായിട്ടാന്നാ അവര് പറഞ്ഞത്. വൈദ്യനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? എനിക്കതറിഞ്ഞേ പറ്റൂ. ആരോ താങ്കളെ വിദഗ്ധമായി കബളിപ്പിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അത് തന്നെയാ അവരും പറഞ്ഞത്. താങ്കൾ ഞങ്ങളെ കബളിപ്പിക്കുകയാണെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? താങ്കൾ എന്നോട് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണല്ലോ അല്ലേ? താങ്കൾക്ക് എന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. ഞാനൊരിക്കലും താങ്കൾക്കൊരു അപകടം ചെയ്യുന്ന ആളല്ല. ആ സ്ത്രീ ആരാണെന്നോ അവരെന്തിനാ താങ്കളെ വിളിച്ചതെന്നോ എനിക്കറിയില്ല. പക്ഷേ അവർ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ്.
ഞാനൊരു വൈദ്യം മാത്രമല്ല,